ഗൈസ് നല്ല പെടക്കണ മത്തിയായിട്ട് കൊമ്പന്മാരെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുട്ടിലെത്തിയിരിക്കുകയാണ്. പരുവമല്ലാത്ത നേരമായതുകൊണ്ട് തന്നെ കാസ്റ്റ് ചെയ്ത ശേഷം മീൻ അടിക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിച്ച് ജസ്റ്റ് പാറയിലോട്ടൊന്ന് ഇരുന്നതാണ്. സ്പോട്ടിൽ ചാളയിൽ പട്ടയെന്ന് ഒരു അടി പൊട്ടി കേട്ടോ. തീറ്റയായി നെയ്ച്ചാള യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഹമൂർ, ചെമ്പല്ലി, കുറുതല പോലുള്ള മീനുകളെയാണ്. പക്ഷേ അടിച്ചിരിക്കുന്ന മീനിന്റെ ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് അടിച്ചിരിക്കുന്നത് ഈ വക ഐറ്റങ്ങൾ ഒന്നുമല്ല. മീനാണെങ്കിൽ പൊങ്ങി വരാതെ കടലിന്റെ അടിയിൽ തന്നെ നിന്ന് വറ്റ പിടിക്കുന്ന പോലെ നല്ല ഉഗ്രൻ ഫൈറ്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങേറ്റത്ത് കരയിൽ നിന്നും സ്ട്രൈക്ക് ചെയ്തത് കൊണ്ടും ഇട്ടിരിക്കുന്നത് ചാള ആയതുകൊണ്ടും അടിച്ചിരിക്കുന്നത് വറ്റയാണോ എന്ന് തീർച്ചപ്പെടുത്താനും കഴിയുന്നില്ല. അവസാനം മീൻ ഇഞ്ഞ് കരയിലെത്തിയപ്പോ സത്യത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ. ചാള മീൻ ബെയിറ്റ് ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ലാഞ്ഞ വറ്റ മീനിനെയാണ് നമുക്ക് ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. സാധാരണ വെള്ളത്തിന്റെ ഈ ഒരു കണ്ടീഷൻ വെച്ച് വറ്റകളെ ഇവിടെ കിട്ടാറില്ല. വളരെ അപൂർവമായി നമുക്ക് ഇതുപോലെ ചാള ഇടുമ്പോൾ വറ്റ അടിച്ച് കിട്ടാറുണ്ടെങ്കിലും വറ്റ മീനുകൾ കൂടുതലുമായി സ്ട്രൈക്ക് ചെയ്യുന്നത് ലൈവും അനങ്ങുന്നതുമായിട്ടുള്ള ബെയിറ്റുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ കൊടുത്തിരുന്ന 2 ഹുക്കുകളിൽ ഒന്ന് വറ്റയുടെ ചുണ്ടിലും മറ്റേത് തൊണ്ടയിലും നല്ല രീതിയിൽ കയറി ഹുക്ക് ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെ കണ്ടീഷൻ നല്ലതായാലും മോശമായാലും നമുക്ക് കിട്ടാനുള്ള മീനാണെങ്കിൽ അതിനെ കൃത്യസമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കും കേട്ടോ.